കൈപ്പയ്ക്ക വെച്ചിട്ട് ചോറിനൊക്കെ പെരട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് കൈപ്പക്ക ഉള്ളി പെരട്ട്. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു കറി നമ്മൾ പച്ചടി പോലെയൊക്കെ വിളമ്പുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. മാക്സിമം ഒരു 2 ടേബിൾ സ്പൂണൊക്കെയാണ് വിളമ്പുക. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 350 ഗ്രാം കൈപ്പയ്ക്കയാണ്. ഇതൊരു 6 മുതൽ 8 പേർക്ക് വരെ വിളമ്പാവുന്ന അളവുണ്ട് കേട്ടോ. കൈപ്പയ്ക്ക ഞാൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ മെലിച്ച് കട്ട് ചെയ്തിരുന്നാൽ മതി. ഇളം കൈപ്പയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ വിത്തുള്ള ഭാഗം കൂടി, അല്ലിയുടെ ഭാഗം കൂടി ഞാൻ എടുക്കുന്നുണ്ട്, കളഞ്ഞിട്ടില്ല. ഈ ഒരു റെസിപ്പി നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മുറിച്ചു വെച്ച കൈപ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈപ്പക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിൻ്റെ അല്ലിയുടെ ഭാഗം, കുരുവുള്ള ഭാഗം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒന്ന് ചെറുതായി മൊരിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം, ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ. ഇതാ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്, മഞ്ഞളിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അപ്പോഴേക്കും കഷ്ണങ്ങളിലൊക്കെ മഞ്ഞൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ കഷ്ണങ്ങളിലൊക്കെ മഞ്ഞൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല, മല്ലിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഒരു 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 12 മുതൽ 15 അല്ലി വരെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽ മുളകാണ്, ചുമന്ന മുളക്. അതും ഏകദേശം 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതൊരു കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്, അതിനനുസരിച്ച് എടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വറ്റൽ മുളകും ഒന്ന് അതിൻ്റെ കളറൊന്ന് ബ്രൈറ്റ് ആവും. ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളി. ഇത്രയും ചേർത്ത് ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് വല്യുള്ളിയാണ്. 2 വലുത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം, അതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ. മുരിച്ചെടുക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ളത് മല്ലിപ്പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം, ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം. ഇതായിപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തതൊക്കെ ഒരു ഇളം ചൂട് പാകത്തിനായിട്ടുണ്ട്. ഞാനതൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാടായി പോവല്ലേ കേട്ടോ. ഇതാ ഞാനിവിടെ ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
കണ്ടോ, ഒരു ചെറിയ തരിതരിപ്പോടെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവുമൊന്നും വേണ്ട. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇത് രണ്ടും നമുക്ക് അസംബിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1.5 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. കടലപ്പരിപ്പ് ഒരു ചെറുതായി നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. പരിപ്പുകളുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയുമാണ്. രണ്ടും ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കാരണം കായം പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ കയ്പ്പ് രുചി വരുന്ന എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ മസാല ബാക്കിയുണ്ടെങ്കിൽ അത് കളയാതെ ഒരല്പം വെള്ളം ചേർത്ത്, ഒരല്പം മാത്രം വെള്ളം ചേർത്ത് അതും കൂടെ കഴുകി പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പാനാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രേവിയുടെ മസാലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിയോ പാവോ ചീകിയതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവക്കയുടെ കഷ്ണങ്ങളിലൊക്കെ മസാല നല്ലോണം കോട്ടാവുന്ന വിധത്തിൽ ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. എല്ലാത്തിൻ്റെയും രുചിയും സ്മെല്ലും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്തും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ, അടിയിൽ പിടിച്ചു പോകാതെ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഉള്ളി പെരട്ട് ഇവിടെ റെഡിയാണ്. ഇളം ചൂട് ചോറിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റെങ്കിലും ഞാനിത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാറുണ്ട്. ഇഡ്ഡലിയുടെ കൂടെയും ചേരും. ലഞ്ച് ബോക്സിലും ഇത് ക്യാരി ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. ആന്ധ്രയിലുള്ള എൻ്റെ സുഹൃത്താണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് കേട്ടോ. അവരുടെ ഭാഷയിൽ ഈ ഒരു പെരട്ടിനെ പേര് പറയുന്നത് കാക്കരക്കായ ഉള്ളിക്കാരൻ എന്നാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. Thank you for watching. Dhanya from Veg Kerala.